ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പത്തനാപുരം ചേകത്ത്, അതായത് എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ ജന്മനാട്ടിലെ ഞങ്ങളുടെ സ്വന്തം അമ്പലം ചേകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവത്തിന് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അന്നേരം ഞങ്ങൾ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി. ഇന്നാണ് നമ്മളുടെ ലാസ്റ്റ് ഉത്സവം. രാവിലെ അമ്പലത്തിൽ പോയിട്ട് ആദ്യം ചെന്നപ്പോഴേ അക്ഷതനും ആദവനും കാറ്, ബൈക്ക്, അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അമ്മാമ്മയോട് പറഞ്ഞ് അമ്മാമ്മ എല്ലാം മേടിച്ച് തന്നതിന് ശേഷം വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുത്തെ ഉത്സവം തീരുന്ന, അതായത് ഘോഷയാത്രയാണ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് കൊട്ടിക്കലാശം. അപ്പം ഉത്സവം കഴിഞ്ഞ് ഇതെല്ലാം എൻ്റെ നാത്തൂന്മാരും ഒക്കെയാണ്, എൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാത്തൂന്മാരുണ്ട്, കാരണം എനിക്ക് ഒരുപാട് ആങ്ങളമാരുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഭാര്യമാർ, അതായത് അവളുമാരെല്ലാം എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് കേട്ടോ. അങ്ങനെ അവളുമാരെല്ലാവരെയും കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഉത്സവം ലാസ്റ്റ് അവസാനിക്കുന്ന ദിവസമാണ്. എല്ലാവരും പക്ക വൈബ്, അതായത് ഒരു രക്ഷയില്ല. നമുക്ക് പ്രായഭേദമന്യേ നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുന്ന സമയമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഞങ്ങളുടെ ചേർത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഒരേ വൈബിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഉത്സവം കേട്ടോ. അതായത് ചേകം ശ്രീ മഹാദേവൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളുടെ അമ്പലത്തിലെ ഐതിഹ്യം, നമ്മുടെ പ്രതിഷ്ഠയെന്ന് വെച്ചാൽ കിരാതമൂർത്തിയാണ്. അതാണ് നമ്മളുടെ പ്രതിഷ്ഠ. അപ്പം ഭഗവാന്റെ നാൾ വരുമ്പോഴത്തേക്കിനും എല്ലാവർക്കും, അതായത് നമ്മളുടെ അമ്പലത്തിൽ എന്തോ ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒറ്റ മനസ്സായിട്ടാണ് നിൽക്കുന്നത്. ഇത് 4 കരകളുടെയും കൂടെ, ഇപ്പോൾ 2-3 വർഷമായിട്ടേ ഉള്ളൂ, 4 കരകളുടെയും കൂടെ അവരുടേതായിട്ടുള്ള അതായത് ഘോഷയാത്രയാണ്. അപ്പം 4 കരക്കാരും കൂടെ അവരുടേതായിട്ടുള്ള ഏറ്റവും ഭംഗിയായിട്ട് ആര് കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും മത്സരിച്ച് ഘോഷയാത്ര വൈകിട്ടത്തെ നടത്തുന്ന സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ള പെർഫെക്ഷനിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് അമ്പലത്തിൽ പോകുന്നത് ഞങ്ങളുടെ കരയാണ്. ഞങ്ങളുടെ കരയെന്ന് പറയുമ്പോൾ തെക്കേക്കരി എന്ന് പറയും. അപ്പോൾ നമ്മുടെയാണ് ഏറ്റവും വലിയ കാള. അപ്പം കഴിഞ്ഞ പ്രാവശ്യവും കിഴക്കേക്കരയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഈ വർഷവും കിഴക്കേക്കരയ്ക്കാണ് കിട്ടി കേട്ടോ. അവർ ആക്ച്വലി നല്ല പോണക്ക്, അതായത് എല്ലാവരും നന്നായിട്ടാണ് അവരുടെ ഘോഷയാത്ര കൊണ്ടുപോകുന്നത്. പക്ഷേ അവർക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെയാണ് എല്ലാം കൊണ്ടും പെർഫെക്ഷൻ അവരുടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഏറ്റവും ലാസ്റ്റ് ഇതൊന്നുമല്ല, അമ്പലത്തിലെല്ലാ ഘോഷയാത്രയും എല്ലാം അവരുടെ തെയ്യം രൂപങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ലാസ്റ്റ് അവർക്കൊരു കൊട്ടിക്കലാശം ഉണ്ട്. അതാണ് അടിപൊളി. പക്ഷെ ഞങ്ങൾ നിന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഭയങ്കര വഴക്കായിരുന്നു. ഇവിടെ ചൂട് കാരണം നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ കുമളിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമുക്ക് ചൂട് ഭയങ്കരമായിട്ടും പാടാണ് കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വരെ നിന്നില്ല. ഒരു 10-12 മണിയായപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നു. വരുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചപ്പോഴത്തേക്കിനാണ് ഒന്ന് ആശ്വാസമായത്. ഇവിടെ ഉള്ളവർക്കൊന്നും ചൂടൊന്നും ഒരു പ്രശ്നമല്ല.